അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ഡെലിവറിയാണ്. അതായത് ഈ കസ്റ്റമർ തന്നെ പറയാം. ഈ കസ്റ്റമർ നമ്മുടെ ഇന്ന് മുമ്പ് ഒരു വണ്ടി ആഗ്രഹത്തിൻ്റെ പുറത്തൊരു വാഹനം എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് ഏകദേശം ഒരു 3-4 മാസത്തിനകത്ത് ആ വണ്ടി നമ്മളെ തന്നെ റിട്ടേൺ ഇവിടെ പാർക്ക് ആൻഡ് സെയിലിട്ട് സെയിലാക്കി. അപ്പോൾ ഇപ്പോൾ അന്ന് തൊട്ട് അവന് ഭയങ്കര വിഷമമാണ്, ഒരു വണ്ടിയില്ല എന്നുള്ള ഒരു ഇത്. അപ്പോൾ നമുക്കത് നമ്മളടുത്ത ഒരു പയ്യൻ കൂടെയാണ്, നമ്മളെ സ്ഥാപനത്തിൻ്റെ അടുത്ത് ഒരു പൊല്യൂഷൻ സെൻ്റർ ഉണ്ട്, അവിടുത്തെ നമ്മളെ പയ്യനാണ്, നമ്മൾ അനിയൻ ചെറുക്കനും കൂടെയാണ്. അപ്പോൾ അവൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ആ വണ്ടി വിറ്റ് പോയിട്ടും ഒരു വാഹനം എടുക്കണമെന്നുള്ള. അപ്പം ഇന്ന് ഏകദേശം 2 ദിവസമായി നമുക്കൊരു കസ്റ്റമർ ഒരു വണ്ടി പാർക്ക് ആൻഡ് സെയിലിന് കൊണ്ടുവന്ന് സ്പോട്ടിൽ തന്നെ അവൻ വണ്ടി കണ്ടിട്ട് ഓടി വന്ന് ചേട്ടാ വണ്ടി ഓക്കെ ആണ്, ഇതെങ്ങനെയാണ് റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ച്, അപ്പം റേറ്റ് നമ്മൾ ഫൈനൽ റേറ്റ് പൊട്ടിച്ച് സ്പോട്ടിൽ തന്നെ പറയുകയും ചെയ്തു. നമ്മൾ അടുത്തുള്ള പയ്യനല്ലേ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പം അവൻ്റെ ആ ആഗ്രഹത്തിൻ്റെ ആ ഒരു നിറവിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് പയ്യൻ നിൽക്കുന്നത്. അനുവാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അന്ന് നമ്മളൊരു ഷവർലെറ്റ് സ്പാർക്കായിരുന്നു എടുത്തത്. സ്പാർക്ക് എടുത്ത് ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞിട്ട് വണ്ടി റിട്ടേൺ നമ്മളെ തന്നെ കൊണ്ടു തന്നു. എന്ത് പറ്റിയാ കൊണ്ടുതന്നെ? സാമ്പത്തിക പ്രശ്നം കൊണ്ട് അങ്ങനെ വീട് പണിയൊക്കെ ഇപ്പൊ എന്താണ് പെട്ടെന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണം, ഇത്ര ബഡ്ജറ്റിലൊരു വണ്ടി വേണം. അതും അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റ് ആയിരിക്കണം, ഏകദേശം 1 ലക്ഷം 1.25 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആയിരിക്കണം. 4 അലോയ്സ് വേണം, 4 പവർ വിൻഡോ വേണം, ഫുൾ ഓപ്ഷൻ വണ്ടി, 5 വർഷത്തെ പേപ്പർ ഓടികളുള്ള വണ്ടി ആയിരിക്കണം. എൻ്റെ അടുത്ത് മസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി എങ്ങനെ ഉണ്ട് ബ്രോ? നിന്റെ ആ ഒരു കൺസെപ്റ്റിനനുസരിച്ചുള്ള വണ്ടി ഇത് തന്നെയാണോ? വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്തില്ലല്ലോ ആ ടൈമില്? വേറെ മൊത്തം ഓക്കെ ആണ്? ഓക്കെ ആണോ? ഇല്ല, ഓക്കെ ആണ്. അപ്പൊ എന്താണ് വണ്ടി എടുത്തിട്ട് അടുത്ത പരിപാടി എന്താണ്? വേറെ ഒന്നുമില്ല ഗായ്സ്, സംഭവം കഴിഞ്ഞ തവണ ഈ സ്പാർക്ക് എടുത്തിട്ട് പയ്യെ ഒരു 500 കിലോമീറ്റർ തികച്ച് ഓടിയിട്ടില്ല. എന്തിനും ഒരു 50 കിലോമീറ്റർ കണ്ടിന്യൂ ആയിട്ട് ഓടിച്ചിട്ടില്ല. അവൻ്റെ ഒരു ആഗ്രഹമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വേണം, വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കണം, അത്യാവശ്യത്തിന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം വാഹനം യൂസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള പയ്യനാണ്. അപ്പോൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു വണ്ടി അവൻ എടുത്തത് ഫിനാൻഷ്യലി വേറെ ലോണോ കാര്യങ്ങളോ ഒന്നും എടുത്തല്ല. അവൻ്റെ സ്വന്തം കഴുത്തി കിടന്ന മാല പണയം വെച്ചാണ് വണ്ടി എടുത്തത്. അതിനൊക്കെ എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാല എന്നല്ല, സ്വർണ്ണമായാലും എന്തായാലും നമ്മളത് ഒരു ആഡംബരം എന്ന് തന്നെ പറയും. പക്ഷേ അതേ ആഡംബരമാണ് നമ്മുടെ ഒരു വാഹനം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ആവശ്യത്തിനായാലും പോകാൻ സാധിക്കും. അപ്പോൾ അത് പയ്യൻ തിരിച്ചറിഞ്ഞു. അപ്പം ഹാപ്പി അല്ലേ? അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുത്തെ ഒരു പയ്യൻ അക്കു, അറിയാൻ പറ്റും, മുടിവളത്തൊരു പയ്യനാണ്. അവൻ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. ഒരു 1/2 മണിക്കൂറിനകത്ത് നമുക്ക് ഡെലിവറി കാര്യങ്ങളായിട്ട് കാണാം. ഓക്കെ, പൊളിക്കും.